അയ്യോ ഞാൻ എക്സ്പെക്ടഡ് ആയിരുന്നു ചേട്ടാ. ഞാൻ വെറുതെ ചുമ്മാ ഷെയ്ക്കിന്റെ ചാറ്റത് എടുത്ത് നോക്കി ചേട്ടാ. വെറുതെ ഷെയ്ക്കിന്റെ ചാറ്റത് എടുത്ത് നോക്കിയപ്പോ വാസു എന്ന് വിളിച്ചാ മതി, അത് മതി. വാസു എന്ന് വിളിക്കണം. എന്റെ ആളിയാ ക്ലോസ് ചെയ്തേക്കാം. ഇവിടെ മറ്റേ ഇതൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞേട്ടാ. മറ്റേ ഗ്യാങ്ങോസി കയറി അടിയൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞത്. ശരിക്കും ഈ ഫയല് ഇത് ഒപ്റ്റിമൈസ്ഡ് ആണോ? ഇത് ആണല്ലേ? അല്ലെങ്കിൽ ഇത് ഭയങ്കര ലോഡ് വരിക്കും. ഇനി ഇവിടെ മറ്റേ ഗ്യാങ്ങോസ് ബ്രീച്ച് ഒക്കെ വന്ന എല്ലാരും മൂഞ്ചി. ഇപ്പൊ കൊറേ പേര് കത്തും തോന്നുന്നില്ലേ? ഇപ്പൊ ഒരു 50 പേര് കത്തിപ്പോവും. നല്ല കത്തലുള്ളവര് കുഴപ്പമില്ലടാ, സീനില്ല. ബുദ്ധിമുട്ടി ഇതാവണ്ട. ഏക്കർ കണക്ക് നടക്കമുണ്ട്, നടന്നു പോകാനൊന്നും പറ്റൂല. എന്തോ കേട്ടില്ല? ഏക്കർ കണക്ക് നടക്കും. ഏക്കറാ? ഓ ഇത് എന്തോ? ഹലോ, അയ്യോ ഇത് ഗ്യാങ്ങോസാ? ഇത് പഞ്ചായത്ത്. വാ കേറ്. ഇവന്മാരല്ലേ സിറ്റിയിലുള്ള എല്ലാ റിസോർട്സും ഇവന്മാരെ എടുത്ത്. ഇതാണ് മെയിൻ റീസൺ സിറ്റി കട്ടിപ്പോയത്. പോടാ, ഞാൻ വേറെ കാര്യം പറയട്ടെ നിന്റെ അടുത്ത്. എടാ ഇവരൊക്കെ ഇങ്ങനത്തെ പ്രീമിയംസ് ഒക്കെ എടുത്ത് ഇതുപോലത്തെ കൊണ്ടുവന്നു വരുന്നോണ്ടാണ് സെർവർ റൺ ആവാനുള്ള എക്സ്പെൻസുകളൊക്കെ മീറ്റ് ആവുന്നത്. മനസ്സിലായ? അങ്ങനെ ഒരു ഫാക്ടർ കൂടെ ഉണ്ട് ഇതിനകത്ത്. സ്റ്റോപ്പ് ഇട്ടാ നമ്മൾ എടാ ഇവനല്ലേ ആരെല്ലാം തുളത്ത് കയറ്. നീ എന്താ കുതിര റേസിന് പോണോടാ നീ? താടി വെച്ചാ താടി ഇല്ലായിരുന്നല്ലേ കഴിഞ്ഞ ആഴ്ച? അല്ല അത് മറ്റേ റിസ് ലുക്ക്. നമ്മുടെ ഒരു കുടുംബമൊക്കെ കാണാൻ പോകുമ്പോ ഒരു ഇതില് പോണ്ടേ, മാന്യത. നമ്മളെ പിള്ളേരെ ഒന്ന് രണ്ട് എന്നാ മൂന്നാമത്തെ വീഡിയോത്തിലാണ്. ഇല്ല ഞാൻ എനിക്ക് ഒന്നായതേ ഉള്ളു. വീണ്ടും രാമു ബ്രോ കേറിക്കോട്ടെ അകത്തോട്ട്. ഹലോ കേറിക്കോട്ടെ. ആ ഉസ്മാൻ ആയിരുന്നു. ഞാൻ ജമാലും ആയിരുന്നു. ജമാല് വണ്ടിയിലല്ലേ? എടാ നിന്നെ അവനെ ഒന്നും തിരിച്ചറിയാൻ പറ്റണല്ലോ, മനസ്സിലായ? അത് ജമാലു. അണ്ണനല്ലേ പിടിച്ചേ, മാറി പിടിച്ച്. ആ ഒരു പർദ്ദട്ട് കേറിയാലോ? ഫ്രീ യാത്ര. ഇത് എന്താ ഫുള്ള് ലൈറ്റ്. പയ്യെ വാടാ പുറയിലാരോടെ ഓടിക്കുന്നേ? നമ്മളെയാണ് വെൽക്കം ഹാർട്ട് ഇട്ടത് ഇല്ലേ? ആണോ? നമ്മളെയാണോ? അല്ല ബ്രോ വണ്ടി എവിടോട്ട് നിർത്തണം? ഇവിടെ ലെഫ്റ്റിലോ? ഓക്കെ. ഇവരെ പിടിച്ച് തല്ലിയിട്ട് ഇവരടുത്ത് തന്നെ ചെല്ലുന്നു. എനിക്ക് എന്തൊരു ചെറിയ നാണക്കേടുണ്ട്. അയ്യോ ഇപ്പൊ രാജുഭായി ഉണ്ടാവുള്ളി എന്നെ കണ്ടു പറയും നിങ്ങളടെ അച്ഛനെ വിളിക്ക പറഞ്ഞു. ഡസ്റ്ററോ നമ്മളൊരു നല്ല പരിപാടിക്ക് വന്നതാണ്, മനസ്സിലായ? അതെ മുണ്ടാണോ എടുത്തേ? മുണ്ടാണോ എടുത്തേ? ഇവിടെ നല്ല കാറ്റല്ലേ അണ്ണാ? വെൽക്കം. ഹലോ പരിപാടിയൊക്കെ എന്തായി? എങ്ങനെ പോണു? ഞങ്ങൾക്കൊരു വാറും പ്രീ വാറും ഉണ്ടായിരുന്നു. അതാ TBS ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളു. കഴിഞ്ഞിട്ട് വരാന്നുള്ള രീതിയിൽ ഇരിക്കുവായിരുന്നു. ഓ നിങ്ങൾ ഈ വാസ്തുപ്രവെന്നൊന്നും വിളിക്കുന്നത് വെച്ച് ഇതാക്കേണ്ട കേസ്. ഓൾറെഡി നിങ്ങൾക്കൊരു കാര്യങ്ങൾ ആലോചിച്ച് നോക്ക്. അവർക്കൊരു ഓഡിയൻസ് ബേസ് ഉണ്ട്. അപ്പൊ അതിൽ കുറെ പേർക്ക് അവർക്ക് അണ്ണാന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനത് ആദ്യമേ ഞാൻ അതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചിലപ്പോ അതോട് കൺസിഡർ ചെയ്തിട്ടാ വിളിക്കണം. അങ്ങനെ എന്താ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ? ഇല്ല എന്നെ ലോകത്തുള്ള എല്ലാരും എന്നെ അണ്ണാന്ന് വിളിക്കണോ? അതൊന്നും അങ്ങനെ ഒരു സാധനം ഇല്ല. ഞാൻ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന്. ഒരു ഗ്യാങ് കൊണ്ട് പറഞ്ഞു വരുന്നുണ്ടോ? നമ്മൾ അങ്ങോട്ടൊന്ന് പിടിച്ചു നിർത്തി.
ഓ ഇവിടെ തൊട്ടടുത്ത് അണ്ണോണ്ട് ഗ്യാങ് ഹൗസ് ഉണ്ടല്ലോ മനസ്സിലായടാ ആ ഹൈ എന്റെ അമ്മോ ഇത് കൊള്ളാലോ സെറ്റപ്പ്. ഇത് മറ്റേ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു മീറ്റിംഗ് ഏരിയ പോലെ സെറ്റ് ചെയ്തതാ. ഓ കോളേജ് നൊസ്റ്റാൾജിയ പരിപാടി ഉണ്ടല്ലോ, അതുപോലെ സെറ്റ് ചെയ്തതാ. ശരിയാ ഇത് കൊള്ളാം. ഞാനോർത്ത് ഇതുവഴി വല്ല എൻട്രൻസ് വല്ല ഉണ്ടെന്ന്, അതാണ് ഇങ്ങോട്ട് വന്നതെന്ന്. ഇല്ല രാജു ഭായ് രാജുഭായ് എന്തൊക്കെയുണ്ട് വിശേഷം? ഫുള്ളോട്ടം തന്നെ. പാലാച്ചേട്ടൻ രണ്ടെണ്ണം അടിച്ചൊക്കെ ഇരിക്കട്ടെ. അടിച്ചിട്ടുണ്ട്. അടിക്കാതിരിക്കോ? അവിടെ ഉണ്ടെന്ന് തോന്നണു. സൗണ്ട് കേക്കപ്പോ നല്ലൊരു ഞങ്ങള് വാറയുണ്ട് വരുന്ന വഴിയാ. ഹലോ നീ ഫോണിലാണ്? ഇതൊരു ശരിക്കും ഈ ഫയല് ഇത് ഒപ്റ്റിമൈസ്ഡ് ആണോ? ഇത് ആണല്ലേ? അല്ലെങ്കിൽ ഇത് ഭയങ്കര ലോഡ് വലിക്കും. ഇനി ഇവിടെ മറ്റേ ഗ്യാങ് ഹൗസ് ബ്രീച്ച് ഒക്കെ വന്നാ എല്ലാരും മൂഞ്ചി. ഇല്ല, കംപ്രസ് ചെയ്ത് മാക്സിമം കംപ്രസ് ചെയ്തിട്ടാ ചെയ്ത്. ആണല്ലേ? ഇതിലെ പോ. എല്ലാത്തരം ചെടികളും ഉണ്ട് ഇവിടെ, കണ്ടാ? ശാസ്ത്രത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ളതും കണ്ടുപിടിക്കാത്തതുമായിട്ടുള്ള ചെടികൾ മൊത്തം ഇവിടെ ഉണ്ട്. അതെന്താ ഇവിടെ സോളാർ ഉണ്ടെന്ന് നിന്റെ അടുത്ത് ആര് പറഞ്ഞു? പിന്നെ എങ്ങനെ ഇവിടെ കറണ്ട് ബില്ല് താങ്ങോ? ഇത്രയും മെമ്പേഴ്സ് ഇല്ലടാ, അവര് പണിയെടുക്കുന്നില്ലേ? ഞാനിനി KCB ആയാലും അല്ലേക്കാ. ഒരു പ്രശ്നമില്ല. കേറി ചെറിയ ബഗ്ഗുകളുണ്ട്. ഒരു ബഗ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് അടുത്ത് കണ്ടുപിടിക്കട്ടെ. അല്ല, ഇത് ഓൾറെഡി നമ്മളെ കിട്ടിയതാ. ആഷ് ബ്രൂട്ടിലൊന്നില്ലേ? ഇല്ല അവൻ ഇല്ലായിരുന്നു, അവൻ വന്നില്ല, സിറ്റി വന്നില്ല. ശേഖ ഇത് ജമാലു, ഇത് നമ്മുടെ ജമാലു ഒന്ന് വന്നടാ. ഇത് അവൻ നമ്മുടെ കൂടെ വരുവാന്ന് പറഞ്ഞ് ഇരിക്കുവായിരുന്നു. ഇവ ഇതിനു മുമ്പ് ഇതിനകത്ത് കയറിയായിരുന്നോ? എപ്പോഴും ശ്രദ്ധിച്ചായിരുന്നോ? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഫസ്റ്റ് ടൈമാ കേറണ. ഞാൻ കത്തി. കാട്ടാക്കട ജമാല് ഫേമസ് അല്ലേ? ഓ, നിന്റെ ഫുൾ നെയിം അങ്ങനെയായിരുന്നല്ലേ? എനിക്ക് പോലും പറഞ്ഞൂടായിരുന്നു. നിന്റെ ഫുൾ നെയിം കാട്ടാക്കട ജമാലു എന്നാണോ? അണ്ണൻ ജോക്കിന്റെ അടുത്ത് നിന്ന് ഊക്കി ഓർമ്മല്ല? ഓർമ്മയുണ്ട്, ഇപ്പൊ ഓർമ്മ. അണ്ണ ഊക്കുന്നത് അണ്ണ മറക്കുന്നു. കാട്ടാക്കട എവിടെയാണോ? അങ്ങനെ വെക്കരുത്. പെറ്റ തന്തനെ ഞാൻ മറന്നതാ. ശരിയാവും. അല്ല സോറി, പെറ്റ അമ്മ. അത് അങ്ങനെ ഒരു ഇത് പറയാതെ. അയ്യോ, ഇപ്പഴേ സത്യം പറയാലോ. ജോക്കി വന്നില്ലേ? ഇല്ല, കണ്ടില്ല. ജോക്കിന്ന് വന്നില്ല, ജോക്കിന്ന് സിറ്റി വന്നില്ലായിരുന്നു മൊത്തത്തില്. ഇത് ഹെലിപാഡ് ഞങ്ങളെ ഗ്യാങ് റെഡി ആയിട്ടില്ല. ഓഹോ, ഇത് ഇങ്ങനെ മേലെ ഓപ്പൺ ആവും. ഓ, അത് കൊള്ളാം കേട്ടാ. അതെങ്ങനെ ജസ്റ്റ് ഇത് കൊണ്ടുവരുമ്പോ തന്നെ ഓപ്പൺ ആവും അതോ? അതെ, അതിന്റെ അടുത്ത് എത്തി. അതെ, ക്ലോസ് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഗേറ്റ് ഓപ്പൺ ആവില്ല. പക്ഷെ ചില സമയത്ത് ഗേറ്റിന് ബഗ് ഉണ്ടാവും. അതുപോലെ ഈ സാധനം ഹെലി ആവുമ്പോ തട്ടി നിൽക്കും എന്നുള്ളത് നോക്കിയാൽ മാത്രമാണ്. അത് ചിലപ്പോ നോക്കണ്ടായിരുന്നു. ഇത് കൊള്ളാം, പക്ഷെ ആ സാധനം കൊള്ളാം.
ഇവരോട് വന്നു അത് കൊള്ളാല്ലേ സാർ ഗ്യാങ് ഹൗസിലുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ലടാ ഓ പിന്നെ അത് ഞാൻ കണ്ടിട്ടില്ല അതിൽ തട്ടി ഹെലി പൊട്ടില്ല ചില സമയത്ത് ഡോർ ഓട്ടോമേഷൻ ആണെങ്കിൽ പോലും ചില സമയത്ത് തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന സമയത്ത് അത് അടുത്ത വല്ല പൊട്ടുവാ. പരിപാടി ഉണ്ട് ഇത് അത് എന്തോ അടുത്ത വല്ല പരിപാടി ഉണ്ട് ഇത് കഴിഞ്ഞ ഇത് കഴിഞ്ഞിട്ട് വേറെ പരിപാടി ഒന്നുമില്ല ഞങ്ങൾ വാറ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാന്ന് വിചാരിച്ചാണ് ലേറ്റ് ആയി പോയത് നേരത്തെ വന്നപ്പോ PvP സിറ്റുവേഷൻ ഹോൾഡ് എന്ന് പറഞ്ഞ് ഇട്ടായിരുന്നു അപ്പൊ ഹോൾഡ് ആണെങ്കിൽ പിന്നെ അല്ല നേരത്തെ വന്നിട്ട് നീ കത്തിപ്പോയനെ ആണല്ലേ ഇപ്പോഴൊന്ന് സമാധാനം ബാബു ഉണ്ടായിരുന്നു സിറ്റിയിൽ അപ്പൊ ബാബുവിനെ കൊണ്ട് ഇങ്ങോട്ട് വരാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അപ്പോഴാണ് നമുക്ക് ഇത് വന്നത് ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പൊ തീർന്നേ ഉണ്ട് ഇവിടെ റാമ്പ് ഒന്നും നമ്മുടെ വിടുന്നില്ല main door ബ്രോ front എടാ റാമ്പ് ഒക്കെ വെളിയിൽ പോലും എന്നെ ഇന്നലെ വിളിച്ച് സംസാരിച്ച ആൾക്കാരാ മനസ്സിലായ ഇല്ല അവിടാ എടാ അതവർക്ക് ഈ ആർപിക്കകത്ത് വരുമ്പോ കൈസ് ഗ്യാങ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അത് എനിക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അത് മനസ്സിലായ ഭയങ്കര പിന്നെ വേറെ മാക്ക് പോയി കത്തി മൊത്തത്തോടെ കത്തി ആ മാക്ക് കത്തിപ്പോയ മൊത്തം പോയി KCB കൊണ്ടുപോയി കുഞ്ഞിനെയും കൂടെ നോക്കണേ രാജുഭായ് കൊച്ചിനെ ഏത് പെൺകൊച്ചിനെ അനക്ക് വേറെന്താ പണി തന്നെ എന്തൊക്കെ സാധനങ്ങളാണ് ഇതിനകത്ത് ഒരു ഫുഡ് കഴിക്കുന്ന സ്ഥലം ഡൈനിങ് ഹാൾ ഇവിടെ നല്ല ഫുഡ് കഴിക്കും ഡൈനിങ് ഹാൾ ഇത് പുറത്തെ കിച്ചണോ കൊള്ളാം റാംബോന്റെ സൗണ്ട് കുറച്ച് വാവ്, പയം. കമ്മിയാണ് ഷൗട്ടൊക്കെ ആ, റാംബോന്റെ ഓപ്പൺ കിച്ചൺ ഭയങ്കരല്ല അയ്യോ അവരകത്ത് ഇരട്ടെ തുറക്കാം അണ്ണ പയം അണ്ണ പഴോ as a TV fan in excellent is the new best gang of is MRC അടിപൊളി ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായങ്ങളല്ലേ പറ അടുത്തെങ്ങോട്ടോ എന്തോ റീഡിംഗ് റൂം ചുമ്മാ പേരിട്ടേ ഉള്ളൂ ആരും വരില്ല വായനാശീലമൊക്കെ പിള്ളേരെ പഠിപ്പിക്കാനുള്ള പരിപാടിയല്ലേ എന്തിനു വെറുതെ ആ അതും കൂടെ എന്റെ തലയിട്ട് നമ്മുടെ ഗോകുവിന്റെ ഒരു ബുക്ക് ഉണ്ട് 101 കുണ്ണത്തരങ്ങൾ അതോടൊന്ന് വെക്കണേ ഹലോ ഞാൻ ഇല്ലാത്തപ്പോ എന്നെ കുറച്ച് കൊണ്ടുതന്നെ പറഞ്ഞു കിട്ടും അതെന്താ നേരെ വരണേ അള്ളാ, തീ തീ പോയ കത്തുവേ എന്ന് പറഞ്ഞേക്കെ നടുക്കൂടെ വരണേ ആണോ കുഞ്ഞു പോവാ തീ പോലെ അണ്ണ അണ്ണ ആ കത്തല ഞാൻ കുഞ്ഞിക്ക് ആ, കുഞ്ഞ് ഞാൻ- എല്ലാരും കുഞ്ഞിക്ക് എന്തോ പിന്നെടാ നേരെ പോയാൽ മതി അത് മീറ്റിംഗ് ഏരിയ മറ്റേതോ ഇത് കൊള്ളാടാ ഇത് നോക്കടാ ഇത് എനിക്ക് സത്യം പറഞ്ഞ ഇഷ്ടപ്പെട്ടു ഗൈസ് ഒരു മീൻസ് കളർ വൈസ് കുറച്ച് ഇത് കുറവാണെന്നുള്ളു പക്ഷെ എനിക്ക് ഇതുണ്ടോ ആ ഇതിപ്പോ ഹോസ്റ്റേജ് എടുത്താലേ ഓരോ ടൈം കഴിയുമല്ലോ ഉള്ളിൽ എത്തുമ്പോ ഹോസ്റ്റേജിന്റെ ശരിയാ 15 തീരും ഹലോ എടാ പക്ഷെ നിങ്ങൾ കണ്ടാ നമുക്ക് ഇല്ലാത്തൊരു കാര്യം എന്താന്ന് പറയട്ടെ നമുക്ക് ഇതുപോലെ മെമ്പേഴ്സിന് എല്ലാവർക്കും കൂടെ കറക്റ്റ് ആയിട്ട് ഇരുന്ന് ഇതാക്കാൻ പറ്റിയ ഒരു പ്രോപ്പർ സ്പേസ് നമ്മുടെ ഗ്യാങ് ഹൗസിലില്ല മനസ്സിലായ ഇത് നമ്മൾ നേരത്തെ നമ്മുടെ ഏതോ ഒരു ടെമ്പററി ഗ്യാങ് ഹൗസിൽ ഏതോ ഒരെണ്ണത്തിലുണ്ടായിരുന്നല്ലോ ഇത് ഏതിലായിരുന്നു ഇതിനകത്ത് ഇതുപോലത്തെ ഒരു സാധനം നമ്മൾ കൊണ്ടുവന്നേ തിയോണിലാണെന്ന് തോന്നുന്നു നമ്മൾ ഇതുപോലെ സാധനം കൊണ്ടുവന്നല്ലേ അല്ല പക്ഷെ ഇപ്പൊ നമ്മുടെ ഗ്യാങ് ഹൗസിൽ അങ്ങനെ ഒരു സ്പേസ് ഇല്ലടാ നമുക്ക് ഇപ്പം നമ്മുടെ ഗ്യാങ് ഹൗസിൽ അങ്ങനെ ഒരു സ്പേസ് ഇല്ല എന്നുവെച്ചാൽ ഇതേപോലെ ആൾക്കാർക്ക് ഇത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു സ്പേസ് നമുക്ക് ഇല്ലല്ലോ ഇപ്പം ആ എക്സ്റ്റൻഷനിൽ അങ്ങനെ ഒരു മീറ്റിംഗ് ഏരിയ നമുക്ക് കറക്റ്റ് ആയിട്ട് വേണം സത്യം പറഞ്ഞ T47 ഉണ്ടെന്നോ എനിക്ക് അറിഞ്ഞൂടല്ലേ T47 ഞാൻ അങ്ങനെ കണ്ടില്ല ചൂട് ഫുഡ് ഡയറ്റ് കൺട്രോൾ ചെയ്തില്ല അതാ ഫുള്ള് സിന്ധുവാണ് അവൻ ചൂട് കത്തി ഞാൻ പക്ഷെ ഇതിനകത്തോട്ടുള്ള വെളിയിലോട്ടുള്ള തീയും കായപ്പൂ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇത് ടോർച്ചർ റൂം ആയിരിക്കും കേട്ടാ അപ്പുറത്തുണ്ട് ആണോ തീയൊക്കെ ഉണ്ട് ഫുഡും വെള്ളവും മുഖ്യം തോന്നുന്നു ബട്ട് നമ്മുടെ മീറ്റിംഗ് ഏരിയ ഹാസ് ഡിഫറെന്റ് ഓറാണ് പിന്നെ ഇവർക്ക് കൊടുക്കണ്ടേ ഓ ഈ സൈഡിൽ കൂടെ നീ താഴോട്ട് ഹലോ രക്ഷിക്കണേ എല്ലായിടത്തും തീ ഉണ്ടല്ലേ ഗോകുക്ക് ഉടനെ വരാനുള്ളതാ ഇവിടെ നോക്കി വെച്ചോ തിരിച്ചിറങ്ങുള്ള വഴിയൊക്കെ പഠിച്ചു വെച്ചോ
അടുത്ത ഹോസ്റ്റേജ് ഞാൻ പറയാം കേസ്, ഒന്നെങ്കിൽ കണ്ണാപ്പി അല്ലെങ്കിൽ ഗോകു, ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാളാ. പക്ഷെ ഇത് കാണുമ്പോ മറ്റേ ടെമ്പിൾ റണ്ണിന്റെ ഒരു ആംബിയൻസ് ഇല്ലേ നിങ്ങൾക്ക്? ടെമ്പിൾ റണ്ണിന്റെ മറ്റേ പഴയ തീവില്ലേ, ആ ഒരു ആംബിയൻസ് ഇല്ലേ? വീട് ലെഫ്റ്റിലോട്ട് വേറെ വഴി. എനിക്ക് തോന്നുന്നു ഇവർക്ക് വഴി തെറ്റി പോവാണ് മുന്നോട്ട്. ഇവരും എങ്ങോട്ടാണ് ഈ പോണേ? വഴി അറിയാം ബ്രോ, ഇവർക്ക് അറിയത്തില്ല. GPS ഉണ്ടോ? ഒരു ഗൂഗിൾ അമ്മച്ചോട് ചോദിക്കാം. ആ ജംഗ്ഷനിൽ ലെഫ്റ്റിലോട്ടാണ് അവിടുത്തെ ചായക്കടക്കാരൻ പറഞ്ഞത്. ഇത് ലൂപ്പായി. ഇത് ഇപ്പൊ കാർഡിയോ ആയി, വാറ് കഴിഞ്ഞ് കാർഡിയോ ആയി. ഇവന്മാരെ ചുറ്റി കാണാൻ പറയാം, 20 കത്തിപ്പോയി തിരിച്ചങ്ങനെ ഇറങ്ങി പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ കേസ്, ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ കഴിഞ്ഞ് ആർപ്പിക്കകത്ത് തന്നെ സംസാരിക്കാൻ ഈ മടിയാണെങ്കിൽ റിയൽ ലൈഫിൽ കാണുമ്പോ എന്തായിരിക്കും? ഇതായിരുന്നു KVA vs TVA. താങ്ക് യു. ഒരെണ്ണം തോന്നുന്നു. ആ ഫുഡ് കൊടുത്തിട്ട് ഒരുപാട് വലുപ്പമായി ഗ്യാങ്സ്. ആ എടാ, അത് ചില ആൾക്കാർക്ക് ചിലർക്ക് അങ്ങനെ ഇപ്പൊ ഈ ഷെയ്ക്കിന്റെ കോൺസെപ്റ്റുകളൊക്കെ കണ്ടിട്ടില്ലേ? പുള്ളി എല്ലാം മറ്റേ ഐലൻഡ് അങ്ങനത്തെ പരിപാടികളൊക്കെ ആണല്ലോ ആദ്യം സിറ്റിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ടോർച്ചർ ഫുള്ള് പണി തീർന്നിട്ടില്ല, കുറച്ചുകൂടി ഇതിന്റെ പണി തീർക്കാണ്ടത്. ഓ മനസ്സിലായി. പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് കക്കൂസ് വെച്ചില്ലല്ലോ ഇതിനകത്ത്. അതെ അതാ കൊടുക്കല്ലേ? അതിന്റെ മേലെ റൂം വലിയൊരു കുഴപ്പമില്ല, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അത് ഭയങ്കര ഒരു ടോർച്ചറിങ് പോലെ ആവും. കുറച്ച് എടുത്ത് നമ്മൾ അങ്ങനെ ഇതാക്കാറില്ല സാധാരണ. നമുക്കിട്ടാണല്ലോ ഞങ്ങൾക്കിട്ടാണല്ലോ ഷെയ്ക്കാതെ. ടോർച്ചറി ആളെ കൊണ്ടുവരുമ്പോ തന്നെ പകുതി സമയം കഴിയും. നമുക്കിട്ടാണല്ലോ മച്ചമ്പി. അതാണ് പ്രശ്നം. ഒരു ലിഫ്റ്റ് വെച്ച കളയായിരുന്നു. ഉണ്ട്, വേറെ വഴിയുണ്ട്. ഈ മേലൊക്കെ പെട്ടെന്ന് പോയുള്ള വേറെ വഴി നമുക്ക് ഇറങ്ങുമ്പോ അതിലിറങ്ങാം. ഇത് ടോർച്ചർ റൂമാ. അയ്യോ, ഞാൻ എക്സ്പെക്ടഡ് ആയിരുന്നു ചേട്ടാ. ഞാൻ വെറുതെ ചുമ്മാ ഷെയ്ക്കിന്റെ ചാറ്റർ എടുത്ത് നോക്കിയേട്ടാ. വെറുതെ ഷെയ്ക്കിന്റെ ചാറ്റർ എടുത്ത് നോക്കിയപ്പോ വാസു എന്ന് വിളിച്ചാ മതി, അത് മതി. വാസു എന്ന് വിളിക്കണം. എന്റെ ആളിയാ ക്ലോസ് ചെയ്തേക്കാം. ഇല്ലേ നമുക്ക് അങ്ങോട്ട് പോയാലേ സ്വാമികളൊക്കെ സ്വാമിയല്ല പ്രേമനൈരേഷൻ കിട്ടിയാണ്. അയ്യോ ചിൽ പോട്ടെ. പിള്ളേരാണ് അറിയാടാ, എനിക്കറിയാം കുറെ പേര്. ഞാൻ പറഞ്ഞു എനിക്ക് ഫേക്ക് അക്കൗണ്ട് കുറെ മെസ്സേജ് വരുമ്പോഴെല്ലാം അവന്മാരെ ഉള്ളതെല്ലാം നമ്മൾ സംസാരിച്ച് ലാസ്റ്റ് വോയിസ് മെസ്സേജ് ഒക്കെ അയക്കുമ്പോ എല്ലാം കൊച്ചു പിള്ളേരാ. അത് എല്ലാരും എന്നല്ല, കൂടുതലുണ്ട്, കുറച്ച് അധികം കൂടുതലുണ്ട്. നമ്മൾ പറഞ്ഞില്ല ഇവര് ഗ്യാങ് തുടങ്ങിയതല്ല ഉള്ളു. അവർക്ക് തൊപ്പിക്ക് കൂടുതൽ ആ ഒരു ജെൻസി ഓഡിയൻസ് ആയിരുന്നല്ലോ. അപ്പൊ അത് അവരായിരിക്കും RP കാണുന്നത്. അതിൽ തെറ്റൊന്നുമില്ല, നല്ലതാണ്. എനിക്ക് ഒരു വിധത്തില് കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഓഡിയൻസ് ആവും അത് കേട്ടോ. മനസ്സിലായോ? അമ്മമാരിന് വളരുമ്പോഴും നിങ്ങള് ചെറിയ പ്രായമായിരുന്നപ്പോ കണ്ടോണ്ടിരുന്നതല്ലേ നമ്മുടെ മുമ്പേ പറഞ്ഞതുപോലെ. നിങ്ങൾ 14-15 വയസ്സുള്ളപ്പോ കണ്ടോണ്ടിരുന്ന നിങ്ങൾക്ക് 20 വയസ്സായി. എന്റെ ഗേൾ ഫ്രണ്ട് എവിടെടാ? എങ്ങോട്ടാ അവര് പോയത്? ഹലോ, എനിക്ക് പറഞ്ഞോളൂ. ഷെയ്ക്ക് വഴി പഠിച്ചിട്ടില്ല കേട്ടോ ഷെയ്ക്ക് ഇതുവരെ. ഇല്ല, അത് ഇത് കണ്ടു തീരുമ്പോ കുറച്ച് ഓടിപ്പോണ നടത്തുന്ന നാളെ അത് ആ മിസൈല് മാത്രല്ല.
ആര്? ഞാൻ മാറ്റാണ് മുടിയെല്ലാം പോയി. ആ മാഡ് മാട്രോക്കോ. എന്തുണ്ട് വിശേഷം? സുഖം. എന്ന് കണ്ടാ ബ്രോ? കൊറേ കാലമായില്ലേ കണ്ടിട്ട്. ഞാൻ 4 മാസമായി സിറ്റി കേട്ട്. അത് ശരി. ബ്രോ ഇത് ആരാ മനസ്സിലായോ? ഇത് റോക്ക് സൂട്ടിന്റെ ഓണറാണ്. ഇത് ഈ പുള്ളി റോക്ക് സൂട്ടിന്റെ ഓണർ ഈ പുള്ളി. ഹലോ റോക്ക് സൂട്ട് ഐലാൻഡിന്റെ റോക്ക് സൂട്ട് ഐലൻഡ്. റോക്ക് സൂട്ട് തന്നെയാണ് ശരിക്കും ശരിക്കും. പുള്ളിയാണ് നമുക്ക് ഇവിടെ യുദ്ധം ചെയ്യാനുള്ള സ്ഥലമൊക്കെ. പേരെന്താ? ഹലോ, എന്റെ പേര് മാറ്റ്. ബ്രോ ഞാൻ ലാസ്റ്റ് ആടുന്ന ഒരു കുട്ടിനെ പ്രപ്പോസ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്തില്ല. അതെ, ഞാൻ എന്റെ മാട്രിമോണിയും. അല്ല പ്രകൃതി ഒക്കെ ഇഷ്ടപ്പെട്ടില്ല. ബീച്ചാണ് ഇഷ്ടം. നമുക്ക് അവിടെ വൈൻവുഡ് അതൊരു ക്യാരക്ടർ കേട്ടാ. അടുത്ത ബീച്ചിൽ അടി നടക്കണ ഐലൻഡിന്റെ ഓണർ ബ്രോ. നൈസ് ടു മീറ്റ് യു. സുഖാണോ? സുഖം. നമ്മൾ ആദ്യമായിട്ടോ മീറ്റ് ചെയ്യുന്നത്? ആ അതെ എനിക്ക് ഇങ്ങനെ ഒരു ഓണർ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ പോയിട്ട് ഒരു ഇതെന്തൊരു പിന്നെ ഇവിടെ ചാടി പള്ളേത്. നമ്മള് പുറത്തെത്തിയ അത് കൊള്ളാം കേട്ടാ. ഹോസ്റ്റേജ് ആയിട്ട് വരുന്നവരെ പിന്നാമ്പുറത്തോടെ വിടാക്കി ഇങ്ങനെ. അതെ, ഇതിലെ കൊണ്ടുവന്നാ മതി. ഈ സൈഡ് കൂടി ഉള്ളു കൂടി തന്നെ കൊണ്ടുപോകണമെന്നില്ല. കൊള്ളാം. നമ്മളെ സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ കൊണ്ടുപോകുന്നതാടാ. ഇവിടെ രാത്രിയാ രസം. ഗ്രൗണ്ട് ഫ്ലോർ അല്ല രാത്രിയാ രസം. പാർട്ടി പുനലൂര് തൂക്കുപോലം. ഇവിടുന്ന് യുകെയുടെ ഗ്യാങ്സിലൊക്കെ നടന്നു വരാൻ പറ്റുമോ? രാജുഭായും ഗോവും കൂടി ഇപ്പൊ അടിയാവുന്ന തോന്നുന്നു കേട്ടാ. ഷേക്ക് അടിയൊന്നുമില്ല. നടന്ന് അയ്യാറില് വീർത്തിയാൻ കീഴക്കി വയ്യ. ക്യാരക്ടറൊന്നും വയ്യ. മുടന്തിയൊക്കെ നോക്ക്. ആ പക്ഷെ ഇഷ്ടം പോലെ ആർപ്പി ചെയ്യാനൊക്കെ ഉള്ള സ്ഥലം ഇഷ്ടം പോലെ ഉണ്ടോ. അടിക്കാനുള്ള പിന്നെ അല്ലാതെ ഇന്ന സാധനമില്ല, നാളെ തൊട്ടേ സ്റ്റോക്ക് സ്റ്റോക്കില്ല. അണ്ണാ എനിക്കൊരു വിസ്കിയുടെ ഗ്ലാസ് പിടിക്കാനുള്ള ആവത് നിനക്കില്ല. വസുബ്രോ ഞാൻ നേരത്തെ ഒരുത്തന്റെ കാര്യം ചോദിച്ചില്ലേ, നാഷ് ബ്രൂട്ടൽ. അന്നാറ് ഇവിടെ കുത്തിയിട്ടുണ്ട്. അവിടെ എത്തിയിട്ടുണ്ടോ? അവനെവിടെ എറണാകുളത്തുണ്ടോ? ഇല്ല, ട്രിവാൻഡ്രത്ത് എത്തി. അവൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എനിക്കറിയത്തില്ല, ഇതാ ഇറങ്ങാൻ പറഞ്ഞു. രാജുഭായിക്ക് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എപ്പോഴും ഞാൻ രാജുഭായിട്ടൊക്കെ പണ്ട് ഭയങ്കര അപരാധമായിരുന്നു, മനസ്സിലായ. പക്ഷെ MRC കയറിയതിനു ശേഷം ഞാൻ രാജുഭായി ഒന്നും സിറ്റുവേഷനിൽ അപരാധിച്ചിട്ടില്ല. അതിന്റെ കാരണം പുള്ളിയൊക്കെ ഇപ്പോഴും എൻ്റെ വീട്ടിലൊക്കെ വരാറുണ്ട്, ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. നമ്മൾ MRC സിറ്റുവേഷൻ ആയതിന്റെ അടുത്ത് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴും പുള്ളി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ പുള്ളിയൊന്നും ഇതിട്ട് അങ്ങനെ അപരാധിച്ചിട്ടില്ല. പണ്ട് അപരാധിച്ചിട്ടുണ്ട്. പണ്ട് രാജുഭായൊക്കെ വെച്ച് വിളിക്കുമായിരുന്നു, ഞാൻ തിരിച്ചും അങ്ങാനും വിളിക്കും. അങ്ങനെയായിരുന്നു. ബാലന്റെ ചങ്ക. ബാലന്റെ ചങ്ക. രായോ ചുറ്റി കാണണ്ടേ? കാണാനുള്ള അപ്പൊ കാണാടി കാണാം. അല്ല നമ്പര് അല്ലേ ഗ്യാങ്സ് കാണാൻ. അത് തന്നെ ഒരു തരാം. ഹലോ സൈറസ് എവിടെ? ഫ്രണ്ടിലെത്തിയാ? തൊപ്പിക്കാരനാണ്.
ഓ സെറ്റ് ആ, നിക്ക് സെറ്റ് നിക്ക്. ആ, നിക്ക് നിക്ക്. ഞാൻ ഇപ്പൊ ഒരാളെയും കൊണ്ട് കൂട്ടിക്കൊണ്ടു ഫസ്റ്റ് ഒരു മിനിറ്റ്. അല്ലേ ഇത് അവിടെ കേറി ഒരു പോക്ക് പോയതാ, ഇനി വരുമോ വരൂല ഒന്നും അറിയില്ല. ചെലപ്പോ ഇനി ഒരു കല്ല കഴിഞ്ഞിട്ടൊക്കെ ചെലപ്പോ വരും. ആ അതുകൊണ്ടൊരു ഒരു ഓർമ്മക്കാട് നിന്നോട്ടെ എന്നൊക്കെ വെച്ച്. മാല ഇട്ടിട്ടില്ല നോക്കിയിട്ട് വന്നാ ഇടാൻ പറ്റൂലല്ലോ. അപ്പൊ കുറച്ച് ദിവസം നാട് വിട്ടു പോയതല്ലേ. അതെ അതെ ചത്തിട്ടൊന്നുമില്ല അർജുനോട് ഉണ്ട് 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 ആളുണ്ട്. നാട് വിട്ടതാ. പാല് ഇട്ടിട്ടില്ലത്. ആ അത് രാവിലെ ഉണ്ടാവുള്ളൂ, രാത്രി പറക്കൂല. പൂന്തോട്ടായതുകൊണ്ട്. Yes, yes. പേരും കൂടി ഇടാനുള്ളായിരുന്നു. എടാ ഞാൻ സത്യം പറയാം സീരിയസ് ആയിട്ട് ഞാൻ വേറെ നല്ലതും ചീത്തയും ഒന്നും പറയാത്തതെന്ന് പറഞ്ഞാ ഇത് നാളെ ഓരോരുത്തർ കട്ട് ചെയ്ത് റിയാക്ഷൻ ഈഗിളുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞ് ഇടുന്ന സമയത്ത് ഒരു ഹേറ്റ് ഉണ്ടാവുന്ന ചോദിച്ചാൽ ഞാൻ ഒന്നും പറയാം, നല്ലതാണെന്ന് പറഞ്ഞാലും ചീത്തയാന്ന് പറഞ്ഞാലും അതിന്റെ കമന്റ് സെക്ഷനിൽ എന്നെ അവരായിരിക്കും കുറെ പേരുണ്ടാവും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്ത, ഞാൻ ഒന്നും വേണ്ടാത്ത. ഞാൻ അവരുടെ ഇഷ്ടത്തിന് പണിത ഗ്യാങ് ഹൗസ് ആയത്. അത് നമ്മുടെ അഭിപ്രായം അല്ലല്ലോ നോക്കണ്ടേ, അവരുടെ കംഫർട്ടബിൾ അവരുടെ ഇഷ്ടം. ഞാൻ ഒറ്റത്തന്തക്ക് പറഞ്ഞ ഒറ്റക്ക അല്ലല്ല. ഇത് ഫുള്ള് കണ്ട നിങ്ങൾ കണ്ട മറ്റേ ആ ഒരു ഷേക്ക് അങ്ങനത്തെ ഒരു സെറ്റപ്പ് പുറത്തെ ഹുക്ക മറ്റേ ഈ അറബ് വീടുകളിലൊക്കെ നിങ്ങൾ ചെന്നാൽ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവും അവർക്ക് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ദുബായിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കുറെ സ്പോർട്സ്. ഇതിനെന്തോ ഒരു പേര് പറയും, എനിക്ക് അറിയാൻ മറന്നുപോയി. ഇത് എന്തോ ആ ഫുള്ള് ഒരു അറബിക് ടച്ച് അങ്ങനത്തെ ഒരു സാധനം. മജ്ലിസ്, ഇതാണോ മജ്ലിസ്? ഇത് മജ്ലിസ് ഇതിന് തന്നെയാണോ പറയണേ? ആണോ മജ്ലിസ്? ഇത് തന്നെയാണോ മജ്ലിസ്? ഈ ഇതിന്റെ പേര് മജ്ലിസ് എന്നാണോ? മജ്ലിസ് അതെ. ആ അതെ അതെ അടുത്ത പ്രാവശ്യം ഞാൻ കുട്ടീനായിട്ട് ഇവിടെ മജ്ലിസ് ഷെയ്ഖിനെ കൊണ്ട് സംസാരിപ്പിക്കുക, ആറ്റിറ്റ്യൂഡ് മാറ്റി പിടിക്കാൻ പറ, ബി കൂൾ എന്ന് പറ ബ്രോ. എന്നോ ബ്രോ ഇല്ല പോട്ടെ ബ്രോ. ഇവിടെ മറ്റേ ഇതൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞേട്ടാ, മറ്റേ ഗ്യാങ് ഹൗസിൽ കയറി അടിയൊക്കെ വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ആണോ? റീച്ചിങ് ഒക്കെ വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. നന്നായി, അതിനുള്ള സാധനം ഫ്രണ്ടിലുണ്ട്. ആ അതിനുള്ള സാധനം അതിനുള്ള എന്തായാലും ഉണ്ട്. അപ്പൊ എന്തായാലും ഷെയ്ഖ് റാംബോ രാജുഭായ് ഞങ്ങളെ വിളിച്ചതിന് ഒരുപാട് വന്നതിന് എന്തായാലും നന്ദി. താങ്ക് യു സോ മച്ച്. ഞങ്ങള് ലേറ്റ് ആയത് ആ ഒരു വാറും പ്രിയോറും ഒക്കെ ഉള്ളതുകൊണ്ടാ. അപ്പൊ നടക്കട്ടെ എല്ലാം. നമുക്ക് ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും തല്ലുകൂടാ. തീർച്ചയായിട്ടും അതുവരെയും അടുത്ത തന്തിക്കുള്ളി ആവുന്നത് വരെ നമുക്കൊരു ചെറിയ ഗ്യാപ്പ് എടുക്കാം. നിങ്ങൾ ഒക്കെ ആവുമ്പോ പറഞ്ഞാൽ നമ്മള് അവിടെ ഉണ്ടാവും. റാംബോ തട്ടിക്കെട്ടി വെച്ചാൽ തിരിച്ചുവിട്. ഇവിടെ ഇറങ്ങി വേണം റാംബോ പറഞ്ഞുവിട്. റാംബോ എന്നെ കൊണ്ടുപോയില്ലേ? ഉള്ളിലുണ്ടതാ പിടിച്ചു വെച്ചേക്കോ. ഇവിടെ നീ കഴിഞ്ഞിട്ടല്ലോ ഇന്നൊരു ദിവസം ഇവിടെ ഉറങ്ങിക്കോ, കുഴപ്പമില്ല. പഠിച്ചോനെ വിളി ഇല്ല റീലോഗ് കൊടുത്താൽ ചിലപ്പോ റെഡിയാവും. എസ്കോട്ട് അടിച്ചു നോക്കേ.